ഉം, ഇവളുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ഉം, അവർക്കത് അംഗീകരിക്കാൻ വയ്യ, ഈ ഉം. പയ്യന്റെ വീട്ടുകാർക്ക്. ശരി. അപ്പൊ അവൾ പറയിട്ട് ശരിക്കും അപമാനിച്ചു. സ്വന്തം അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചതിന് നിരന്തരമായിട്ട് പീഡനം, അതുപോലെ തന്നെ നിറത്തിൻ്റെ പേരിൽ പീഡനം, അതുപോലെ എന്താ പറയുക, അച്ഛൻ വിവാഹം കഴിച്ചതിന് അവളെ എന്തിനാണ് പഴിക്കുന്നത്? അപ്പോൾ ഒരു വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഒരു വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്ര വലിയ തെറ്റാണ്. അപ്പോൾ അതിനെതിരെ നിരന്തരമായിട്ടുള്ള പീഡനം. അതുപോലെ ജിസ്മോൾ നിറവില്ല എന്ന് പറഞ്ഞിട്ട് മക്കളായതിനു ശേഷമാണ് നിറവില്ലാത്തതൊക്കെ അറിയുന്നത്. എന്താ പറയുക, ഇങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് ഇതാണ്. അത്രയും സഹി കെട്ടിട്ടായിരിക്കും ആ മക്കളെയും കൊന്ന് അവളും ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെ പറയാം. ആത്മഹത്യയിൽ ഇത് ശരിക്കും കൊലപാതകമാണെന്ന് തന്നെ പറയാം. അവളെ കൊലപാതകത്തിലേക്ക് കൊണ്ടുപോയത് ഇവർ ഭർത്താവിൻ്റെ വീട്ടുകാരും ചെയ്തിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരും ചേർന്നിട്ട്. ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടുകാർ നമ്മളെ പഴിക്കുകയാണെങ്കിൽ ഭർത്താവ് കുറച്ചെങ്കിലും മനസ്സിലാക്കണം. 3-4 ദിവസം മുമ്പാണ് ഈ ഒരു സംഭവം ഏറ്റുമാനൂരിൽ നടക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടം തോന്നി. ഞാൻ ശരിക്കും ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്. എന്താ വെച്ചാൽ അത്രയും മാനസിക പീഡനം അനുഭവിച്ച് അവർക്ക് മരിക്കേണ്ടി വരിക എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് വേദനാജനകം തന്നെയാണ്. അങ്ങനെയുള്ള വിധിയൊന്നും ആർക്കും വരരുത് എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ എന്തെല്ലാം പീഡനങ്ങളിലെ സ്വന്തം മക്കളെയും കൊന്ന് അവളും മരിക്കണമെന്നുണ്ടെങ്കിൽ അവൾ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും, എത്രമാത്രം പീഡനം അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചു നോക്കൂ. എന്തിനാണ് ജിസ്മോൾ മരിച്ചതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്താണ്, ജിസ്മോളുടെ അച്ഛൻ പത്രസമ്മേളനം നടത്തുകയും അതിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവങ്ങൾ പുറത്തറിയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സംഭവം ആരും അറിയത്ത് പോലും ഇല്ലായിരുന്നു. ആ അച്ഛൻ്റെ ഒരു ഇടപെടൽ കൊണ്ടും ഇത് മാത്രമാണ് ഈ ഒരു സംഭവം എല്ലാവരും അറിയുന്നത് തന്നെ. ഇപ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ജിസ്മോളുടെ പല ഇതും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം മാത്രമല്ല, പല സംഭവങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ജിസ്മോൾ എത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്താ പറയുക, എന്താണ്, ജിസ്മോൾക്ക് അച്ഛനോട് പറയാനും പറ്റില്ലായിരുന്നു. ജിസ്മോളുടെ അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് അച്ഛനോട് പോലും പറയാൻ ഇതില്ലായിരുന്നു. എന്താ ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനക്ക് പിന്നെ വേറെ ആരും തുണയില്ല. അപ്പോൾ അവർക്ക് വിവാഹം കഴിച്ചേ പറ്റുള്ളൂ. എന്താണ്, മക്കൾ എത്ര കാലം നോക്കും? ആ ഒരു രീതിയിലാണ് അച്ഛൻ കല്യാണം കഴിക്കുന്നത്, ഓരോ ആണുങ്ങൾ കല്യാണം കഴിക്കുന്നത്. അതിന് ആ ഒരു പേര് പറഞ്ഞ് പല രീതിയിലും അധിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് വേദനാജനകം തന്നെയാണ്. അപ്പോൾ എന്തായാലും ജിസ്മോളുടെ കൂട്ടുകാരി നിഷ കുറേ കാര്യങ്ങൾ പുറത്ത് പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ വോയിസിലൂടെ പുറത്ത് പറയുന്നത്. അപ്പോൾ ജിസ്മോൾ ഇത് മാത്രമല്ല, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് കേട്ടിട്ട് കേട്ട് നോക്കും. ഞാനാണ് ഈ പയ്യനോട് സംസാരിച്ചതൊക്കെ ഞാനിവിടെയാണ്. അപ്പം അന്നേ ഇവര് വലിയ പണക്കാരാണ്, ഇവിടെ ഒരു സാധാരണ ഫാമിലിയാണ്. അപ്പൊ അന്നേ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇങ്ങനെ ശരിയാവുന്നു. അപ്പൊ അവര് പറഞ്ഞത് അവരുടെ ജാതിയിൽ ഇങ്ങനെ സ്ത്രീധനമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കല്യാണം നടത്തിയത്. പക്ഷേ സ്ത്രീധനത്തിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. അതാരാണോ, ഭർത്താവാണോ അതോ? അതായത് ഭർത്താവ് അടിക്കുമായിരുന്നു. അതിന്റെ സ്ത്രീധനം വേണ്ട, പെണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ച ടീംസാണ് ഇപ്പോൾ പല രീതിയിലും ഇങ്ങനെയുള്ള പീഡനം. അതുപോലെ ഭർത്താവ് അടിക്കുന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പുറത്ത് പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. എന്തിനാ വെറുതെ എല്ലാവരും പറയണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും, എല്ലാം ശരിയാവുന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരിക്കും പാവം ആരോടും പറയാതിരുന്നത്. സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിനെ ചൊല്ലിയിട്ട്, അതുപോലെ ഇപ്പോൾ കല്യാണം കഴിക്കുന്ന മുമ്പേ ഒരു പെണ്ണിനെ ഒരു ചെറുക്കൻ കാണില്ല. അപ്പോൾ അറിയില്ല കളറിൻ്റെ കാര്യം, അതിൻ്റെ കാര്യമൊക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിറം പോരാ, അവിടെ പോരാ, ഇത് പോരാ, എനിക്ക് സ്വർണം കിട്ടിയില്ല, അത് ഇതെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ പീഡിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു. അതിന് മുമ്പ് അവർക്ക് നല്ല ഇത് കിട്ടുവാണെങ്കിൽ അത് കെട്ടിയാൽ മതിയല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു പെണ്ണിനെ എങ്ങനെ പീഡിപ്പിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക്, ഒരു പെണ്ണ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഒരു കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിറം പോരാ, സ്ത്രീധനം തന്നിട്ടില്ല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവരെ ദ്രോഹിക്കുന്നത് ശരിക്കും ഒരു ആണല്ല. ആണത്തമില്ലാത്തവനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെയുള്ള പലരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിനിപ്പോഴും ഈ സ്ത്രീധനം എടുത്തു പോയെങ്കിലും ഇപ്പോഴും അതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താ പറയുക, ഇപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ വേഗം കല്യാണം ഉറപ്പിച്ചു. നമ്മൾ സ്വാഭാവികമായിട്ട് അവർ വേണ്ടാന്ന് പറയും. പിന്നെ കല്യാണം ഉറപ്പിച്ച് കല്യാണമൊക്കെ ആയി കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കുറേ ആളുകൾ കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി. അങ്ങനെ ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും വല്ലതൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നും കിട്ടാത്തത് കൊണ്ടുള്ള ദേഷ്യമായിരിക്കാം ജിസ്മോളുടെ അടുത്ത് തീർത്തതെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ഇതായിരിക്കും അവർക്ക് വന്നത്. എന്തായാലും ബാക്കിയുള്ള വോയിസും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ. വീട്ടിൽ നല്ല പ്രശ്നങ്ങളായിരുന്നു. അതായത് ആദ്യത്തെ കുട്ടി ജനിച്ച് കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങൾ. ഇവളുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ
അവർക്കത് അംഗീകരിക്കാൻ വയ്യ, ഈ ഉം. പയ്യന്റെ വീട്ടുകാർക്ക്. ശരി. അപ്പൊ അവളായിട്ട് ശരിക്കും അപമാനിച്ചു. ഉം. അത് പക്ഷെ അവൾക്ക് അവിടെ അച്ഛനോട് പറയാൻ നോക്കത്തില്ല. ഉം. അപ്പൊ ഇതിന്റെ പേരിലാണ് അങ്ങനെ അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നത്തുവിനോ ഒക്കെ കുറെ എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ അവളെ അവിടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ശരി. ആ ഉം. ഉം. അങ്ങനെ, അതായത് അവളുടെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം, ഉം. കല്യാണം നടക്കുന്ന ആ സമയങ്ങളിലും ആയിട്ട്. പുറത്ത് എന്നിട്ട് ഇവര് സ്വന്തം വീട്ടിൽ പോയി നിന്നു. ഇല്ല ഇല്ല, അവള് സെറ്റോ എന്നിട്ട് ഒരു പരീക്ഷ പഠിക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയി നിന്നു. ഈ കുട്ടികൾ കുഞ്ഞുമായിട്ടോ? ഇല്ല, കുഞ്ഞിനെ ഇട്ടിട്ട്, കുഞ്ഞിനെ അവർ കൊടുത്തില്ല. ഓ ശരി. ഉം. അങ്ങനെ അവള് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞു ഞാൻ എറണാകുളത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു കൊച്ചിനെ ഇട്ടിട്ട് നീ എന്തിനാ പോയി നിൽക്കുന്നത്? ഉം. ഞാൻ പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, ഉം. പൊയ്ക്കോന്ന് പറഞ്ഞു. കൊച്ചിനെ കൊടുത്തു വിട്ടില്ല, കൊച്ചിനെ അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര നിലവിളിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യുന്നു? പറഞ്ഞു ജിമ്മി വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഉം. എന്താ ഇതിനൊക്കെ പറയാ, ഭാര്യയുടെ അച്ഛൻ കല്യാണം കഴിച്ചതിന് വീട്ടിൽ നിന്ന് പുറത്താകും, പിള്ളേരെ പോലും വിടാതെ എന്താണ് വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുക. അപ്പോൾ ഇത്രയും ക്രൂരമായിട്ടുള്ള മനുഷ്യർ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ. എന്താ പറയുക ഇതിനൊക്കെ. ഭാര്യയുടെ അവർ കല്യാണം കഴിച്ചെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ജീവിതം കൊണ്ട് മുന്നോട്ട് പോകില്ല. ഇപ്പോൾ അച്ഛനൊന്ന് പ്രായമായി കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ നോക്കുമോ? അതിൽ എന്തിനാണ് ഇവർ ഇങ്ങനെ ഇതാക്കിയിട്ട് ആ പെണ്ണിനെ ഇത്രയും മാത്രം അവരെ ദ്രോഹിക്കുന്നത് അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. വല്ലാത്തൊരു കഷ്ടം തന്നെ. അപ്പോൾ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചതിന് ഒരുപാട് അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അച്ഛനെയും അതുപോലെ എന്താണ് ഇപ്പോൾ കല്യാണം കഴിച്ച് വന്ന അമ്മയൊക്കെ ചേർത്തിട്ട് ഒരുപാട് അപവാദങ്ങളും, അപ്പോൾ ഇവിടെയൊക്കെ ചേർത്ത് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ജിസ്മോള് ആത്മഹത്യ ചെയ്ത് മക്കളെയും കൊന്ന് ആത്മഹത്യ ചെയ്തത് തന്നെ പറയാം. അപ്പം മക്കളെ കൊടുത്താലും ഈ രീതിയിലായിരിക്കും മക്കളെ വളർത്തുന്നതും. അവളോടുള്ള ദേഷ്യം ആ മക്കളോട് തീർക്കും എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്താ പറയുക, ഇപ്പോൾ ഉള്ള സമൂഹങ്ങളും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ലജ്ജയാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ബാക്കി വോയിസ് കൊണ്ടൊന്ന് കേട്ട് നോക്കൂ. പിന്നീട് രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ അവളെ നോക്കാതെ അവളുടെ അമ്മായിമ്മ ലണ്ടനിൽ പോയി അവരുടെ മോളെ കുട്ടിനെ നോക്കുമായിരുന്നു. അപ്പൊ അന്നത്തെ സമയങ്ങളിൽ അവൾ നല്ല ടെൻഷൻ അനുഭവിച്ചു. രണ്ട് പിള്ളേരും അവളും അവളുടെ അമ്മായിച്ചിന് സുഖമില്ല, ഈ പയ്യന് ജോലിക്ക് പോകണം, അവർക്ക് ജോലിക്ക് പോകണം. അപ്പൊ ആ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ വയ്യാത്ത ടെൻഷനാണ്, അല്ലാതെ പ്രശ്നമുണ്ട്, ആരും ഇല്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അത് അന്ന് പിന്നെ ഞങ്ങൾ കുറെയൊക്കെ പറഞ്ഞ് അത് പിന്നെ സോൾവായി. പിന്നെ മൂന്നാമതൊരു തവണ വിളിച്ചിട്ട് അത് ഈ ഒരു 8-9 മാസം മുമ്പ് ജിമ്മി അടിച്ചു, ശരിക്കും ഉപദ്രവിച്ചു, സഹിക്കാൻ വയ്യായിരുന്നു. അതിന് രാവിലെ ഇറങ്ങി പോയി, രാത്രി തിരിച്ചു വരുമെന്ന് പോലും അറിയത്തില്ല. ആകെ പ്രശ്നങ്ങളാണ്, അവരുടെ ആർക്കും ഒരു സ്നേഹമില്ല, അവരുടെ മക്കളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. പേരമക്കളോടുകൂടിയും ഇങ്ങനെയും ഇത് വേർതിരിവ് കാണിക്കുന്ന ആ സ്ത്രീയോട് എന്താ പറയുക. ഒന്നുമില്ലെങ്കിലും ആ സ്വന്തം മകൻ്റെ മക്കളാണല്ലോ. പേരമക്കളോടുകൂടിയും അങ്ങനെയുള്ളൊരു ഇത് കാണിക്കുകയാണെങ്കിൽ, മരുമക്കളോട് ദേഷ്യം ഉണ്ടെങ്കിലും ഒരിക്കലും പേരമക്കളോട് അത് കാണിക്കില്ല. പേരമക്കളോട് സ്വന്തം സ്വന്തം മകൻ്റെ ചോരയിൽ എന്നുള്ള രീതിയിൽ സ്നേഹം ഉണ്ടാകും. പക്ഷേ ആ ഒരു സ്നേഹം പോലും ഇല്ലാതെ പേരമക്കളോടുകൂടി ഇങ്ങനെ കാണിക്കുമ്പോൾ ആർക്കാണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ ഒരു ഇതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു കടുങ്കൈ ചെയ്തത്. ഇതിനൊക്കെ എന്താ പറയുക, നിറത്തിൻ്റെ പേരിലും ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ എന്താ പറയുക, നിറത്തിൻ്റെ പേരിൽ വിവേചനം കാണിക്കുക, അതുപോലെ സ്വന്തം മക്കളെ പോലും അത് കാണിക്കാതെ മക്കളോട് വിവേചനം, വേർതിരിവ് കാണിക്കുക, മക്കളെ ഇതാക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. അപ്പം എന്താണ് ജിസ്മോള് എത്രമാത്രം ജിമ്മിയുടെ വീട്ടിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടാവില്ലേ, അത്രയും മാത്രം വേദന സഹിക്കാൻ വയ്യാതെ ആയിരിക്കും അവൾ മക്കളെയും കൊന്ന് സ്വയം ഇല്ലാതായി. എന്തായാലും ജിമ്മി ഭാര്യയും മക്കളെയും ശവസംസ്കാര സമയത്ത് കരയുന്ന ഒരു സീനുണ്ട്. എങ്ങനെ ഇവനക്കൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നതാണ്? ഇങ്ങനെയൊക്കെ അവൻ ചെയ്തത് കൊണ്ടാണല്ലോ അവർ ഇല്ലാതായത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ വള്ളിച്ചിറ ചെറുകരപ്പള്ളിയിലെ ജിസ്മോളുടെയും മകളുടെയും മൃതദേഹത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. നിരവധിയായ ആരോപണങ്ങളാണ് ഭർത്താവ് ജിമ്മിക്കെതിരായി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ മോളുടെ പിതാവും സഹോദരനും നൽകിയത്. തൻ്റെ സഹധർമ്മിണിയെയും 2 പിഞ്ച് കുഞ്ഞുങ്ങളെയും കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന ജിമ്മയെയാണ് ഇപ്പോൾ കാണുന്നത്. വിടുപിടിക്കിയായി ജിസ്മോളെ പോലെ ഒരു പെൺകുട്ടിക്ക് പിറന്ന 2 കുട്ടികളോടൊപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാമായിരുന്ന ജിമ്മി ജീവിതത്തിൽ ഇന്ന് വളരെയധികം വേദന അനുഭവിക്കുന്നു എന്നതാണ് സത്യം. സഹോദരിമാരുമായി ജിസ്മോൾ വഴക്കിലെത്തുമ്പോൾ ജിമ്മി ഇടപെടുന്നതും അവളുടെ സൈഡിൽ നിൽക്കാതെ സഹോദരിമാർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തപ്പോൾ എങ്ങനെ ഇവനക്ക് ഇങ്ങനെ അഭിനയിക്കാൻ തോന്നുന്നില്ലേ? വെള്ളം ഭയങ്കരമായിട്ട് കുടിപ്പിക്കും. ഇവനെ വെള്ളം കുടിപ്പിക്കല് ചെയ്യേണ്ടത്. ഇവനെ മീഡിയയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ വലിയ പ്രഹസനം കാണിക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹം കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഇവനോടൊന്നും ഒരു സഹതാപം തോന്നാൻ പാടില്ല. ഇവനെയൊക്കെ ശരിക്ക് ജയിലിലിട്ട് നല്ല ഇത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? എല്ലാം കഴിഞ്ഞ് എല്ലാം സ്വന്തം മക്കളെയും അത്രയ്ക്ക് മാത്രം വേദനിപ്പിച്ചിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഇവൻ കണ്ണീരൊഴുക്കിയിട്ടോ അല്ലെങ്കിൽ ഇത് ആക്കിയിട്ടോ വല്ല കാര്യമുണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ ഒരു തുള്ളി സ്നേഹം കൊടുത്തതാണെങ്കിൽ ആ പെൺകുട്ടി ആ മക്കളെയും കൊന്ന് മരിക്കില്ലായിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത സ്നേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഇവൻ
അമ്മമാരൊക്കെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ പറയുക ഇതിനൊക്കെ? നിറത്തിൻ്റെ പേരിലാണ് പ്രശ്നം. ആദ്യം മുതലേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അവൻ പെണ്ണ് കണ്ടില്ലായിരുന്നു. അപ്പം വേറെ എവിടെയെങ്കിലും നോക്കിയിട്ടാണ് പെണ്ണ് കണ്ടത്. അത് കല്യാണം കഴിയുന്നത് വരെ ഇതായി നിന്നിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം നിറത്തിൻ്റെ പേരിൽ വിവേചനം കാണിക്കേണ്ട കാര്യമുണ്ടോ? ആ മക്കളോട് പോലും അങ്ങനെ ഒരു വിവേചനവും വേർതിരിവും ഉണ്ടായിരുന്നു. ഇളയ മോള് കുറച്ച് ഭംഗിയുണ്ട്, മൂത്ത കുഞ്ഞ് ഭംഗിയില്ലാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ വിവേചനം ഉണ്ടായിരുന്നു. എന്താ അല്ലേ ഇതിനൊക്കെ പറയും? ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടവും തോന്നുന്നത്. ഒരു സങ്കടമല്ല, ലജ്ജയാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള നാരദന്മാർ ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു പെണ്ണിനും ഇങ്ങനെയുള്ള വിധി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരുപാട് സങ്കടം തോന്നിയ ഒരു വീഡിയോ തന്നെയാണ് ജിസ്മോളുടെ. ആർക്കും ഇങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക് പോയി നമുക്ക് വീണ്ടും കാണാം.